കുറച്ച് വലിയ കുട്ടികളല്ലേ? കൊടുത്തു ഇതിലിപ്പോ 1 2 3 4 5 ഇവിടെ ഒരു 6 ഒരു 30 പീസ് ഉണ്ടായിരുന്നു. 30 പീസ് ഉണ്ടായിരുന്നു. ഇതിലൊരു 6 നല്ല അടിപൊളി സൂപ്പർ കുട്ടികളാണ് ഈ ആഴ്ച വന്നിട്ടുള്ളത്. ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ. ഈ കുട്ടികൾക്ക് അടിപൊളി കുട്ടിയാണ്. എത്ര ഇതൊക്കെ ചോദ്യം? 33 മെയിൻ 32 മെയിൻ ഏറെക്കുറെ 30 അടുത്തൊക്കെ വന്നാൽ വലിയ കുട്ടികൾ തന്നെയാണല്ലേ? വലിയ കുട്ടികൾ 8 അത്യാവശ്യം 33 34 പറയും. ഏറെക്കുറെ 30 31 30 ആ റേഞ്ചൊക്കെ വന്നാല് കൊടുക്കും. നല്ല ഈ ആഴ്ച നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വന്നല്ലേ? അത്യാവശ്യം വലിയ കുട്ടികളാ, ചെറുതില്ല. അല്ലെങ്കിൽ ചെറു കുട്ടികളെ ഉണ്ടാവില്ല. ഇപ്പൊ പെരുന്നാൾക്ക് ടൈമൊക്കെ കൊടുക്കാൻ കണ്ടിട്ടില്ല. വലിയ കുട്ടികളാണ് ഇപ്പൊ ഈ ആഴ്ച ഒരിടത്ത് വന്നിട്ടുള്ളത്. അടിപൊളി കുട്ടികളാണ്. നല്ല വളർത്ത കുട്ടികളാണ്. നല്ല സൂപ്പർ കുട്ടികൾ ഈ ആഴ്ച. സൂപ്പർ അടിപൊളി കുട്ടികളാണ്. ഒക്കെ ഒരു മിതമായ വില കിട്ടിയാൽ കൊടുക്കും. റേറ്റില് ഈ ആഴ്ച വന്നിട്ടുള്ളതാണ്. പരമാവധി 90 ആവറേജ് കിലോ ഉണ്ടാവും. ഒരു പരമാവധി റേറ്റ് കിട്ടുക എല്ലാം കൊടുത്തിരിക്കും കേട്ടോ. നോക്കിക്കോളി, നല്ല പോത്തുകുട്ടികളാ. ഒരു ഇത് ചോദിക്കണ 27,500 മേനി പറയുന്നുണ്ട്. 27,500 മേനി പറയുന്നുണ്ട്. പറഞ്ഞ കാശൊന്നും മുഴുവൻ ഇപ്പൊ ജനങ്ങൾ തരില്ലല്ലോ. കച്ചവടത്തിന്റെ വകയായിട്ട് ഇപ്പൊ നമ്മളങ്ങനെ റേറ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇനി ആൾക്കാർ വന്ന് ചോദിക്കണ മാതിരി എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ട് കൊടുക്കാം. 40 ഉണ്ടായിരുന്നു. ബാക്കി ഒരു 12 ഉള്ളൂ. കൊടുത്തു, ഒക്കെ കൊടുത്തു. ഇത് 12 വലിയ കുട്ടിയിലുള്ളൂ. ചെറുകുട്ടിയില്ല, വലിയ കുട്ടിയിലുള്ളൂ. വലിയ കുട്ടികളാണ്. വലിയ കുട്ടികളാണ്. ചെറുകുട്ടികളൊക്കെ കൊടുത്തു. ലോഡിന്ന് എത്ര പീസ് ഇറക്കി? ഇന്ന് 45 വന്നതാണ്. 5 വേറെ ആൾക്ക് കൊടുത്തു. ഫാമുകാർക്ക് വേറെ ഒരു ഫാമുകാർക്ക് കൊടുത്തു. ബാക്കിയുള്ള 12 ഉണ്ട്. ഈ ആഴ്ച വന്നിട്ടുള്ള നല്ല സൂപ്പർ കുട്ടികളാണ്. 12 ഉണ്ട്. ഒരു 17 മേനി കിട്ടിയ ഒരു 16 മേനി കിട്ടിയ കൊടുക്കും. 16,000 മേനി കിട്ടിയാൽ കൊടുക്കും. നല്ല സൂപ്പർ കുട്ടികളാണ്. നല്ല ബാക്ക് അടിപൊളി കാര്യം. നല്ല കടനീളം കാൽപ്പൊക്കൊക്കെ അല്ലേ? ഇതോ അതോ അതിന്റെ റേറ്റാ പറയണ്ടേ? അതില് 44 44 നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ. കയ്യും കാലും ഒക്കെ നല്ല വൃത്തിയുള്ള കുട്ടികൾ. അത് നമുക്കൊരു 25,000 മേനി കിട്ടിയാൽ ഒക്കെ ഒരെണ്ണത്തിന് ഒരു 25 മേനി വെച്ച് തരാൻ കൊടുക്കാം. എണ്ണത്തിന് വില പറയണ്ടേ ഞങ്ങള്. പക്ഷെ അതൊന്നും ചിലപ്പോ ആൾക്കാർ തന്നോളന്നില്ല. നമ്മളെന്തേലുമൊക്കെ താത്തിയിട്ടും മേലൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കും. ഓരോ സൈസിനനുസരിച്ചിട്ട് ഞങ്ങൾ വെക്കും. 20 കിട്ടിയാൽ കൊടുക്കും, 22 കിട്ടിയാൽ കൊടുക്കും, 21 കിട്ടിയാലും കൊടുക്കും. അങ്ങനെയൊക്കെ നല്ല പവറുള്ളതിന് വേറൊരു വില. നല്ല സൈസ് കുട്ടികളാണ്. ഒക്കെ ഒരു അടുത്ത പെരുന്നാളാകുമ്പോഴേക്കും ഒക്കെ വിൽക്കാറാവും. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പൊ നമ്മള് റേറ്റ് കമ്മിയാക്കിയിട്ടും കൊടുക്കും. പക്ഷെ സുബ്രഹ്മണ്യൻ 10 20 40 40 ഒന്നായിട്ടുണ്ട്. നല്ല കുട്ടികളുണ്ട്. ഏതാ കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയിക്കോളിട്ടോ. നല്ല പോത്തും കുട്ടികളാണ്. കമ്മിയാക്കിയിട്ടും കൊടുക്കും, മേലെയും കൊടുക്കും. എന്തായാലും ഇപ്പൊ ഇത് വിറ്റാൽ എത്തുകയും ചെയ്യില്ല. എന്നാലും വേറെ കഥ. കാശ് പോവും, പണം പോവും, പൈസ പോവും. ഇതൊക്കെ വിറ്റ പണം. സുഹൃത്തുക്കളെ, അപ്പോൾ വാണിയംകുളം ചന്തയിലെ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ ആഴ്ചത്തെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികള് ചന്തയിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ക്രോസ് കുട്ടികള്. ഏകദേശം റേറ്റ് ഒക്കെ കുറവാണ്. ഈ ആഴ്ചയും നല്ല കുറവുണ്ട്. ആർക്കെങ്കിലും ഈ ചന്തയിൽ നിന്ന് മറ്റു ജില്ലകളിലേക്ക് നിങ്ങൾക്ക് കന്നിനെ വേണമെങ്കിൽ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം. വാണിയംകുളം ചന്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചന്തയാണ്. ഇവിടെ ഒരുപാട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കന്നുകളൊക്കെ എത്തിച്ച് ഇവിടുന്ന് പല ഭാഗങ്ങളിലേക്ക് വിറ്റ് പോകുന്നതാണ്.
സാധാരണയായി കണ്ടിട്ടുള്ളത്. നല്ല അടിപൊളി കുട്ടികൾ, ക്രോസ് കുട്ടികൾ, ശരിക്കും മുറ കുട്ടികളൊക്കെ വരലുണ്ട്. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നല്ല കുട്ടികളൊക്കെ പെട്ടെന്ന് വിറ്റ് പോകും. ഏകദേശം വൈകുന്നേരം ആവുമ്പോക്ക് ചന്ത കാലിയാവലുണ്ട്. ഈ കുട്ടികൾ പോയിട്ടുള്ളത് 61,000 രൂപക്കാണ്. 3 കുട്ടികൾ പോയിട്ടുള്ളത് 61,000 രൂപക്കാണ്. അപ്പോൾ എത്ര കണ്ട് വില ഉണ്ട്, കുറവുണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് രൂപത്തിൽ അറിയിക്കണം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. 61,000 രൂപക്കുള്ള മുതല് ഉണ്ട്. എടുത്ത ആളുകൾക്ക് ലാഭമാണ്. ഇനി ആർക്കെങ്കിലും അല്ലാന്നുള്ള ഒരു അഭിപ്രായം ഉള്ളവര് കമന്റ് രേഖപ്പെടുത്തുക. ഈ ഒരു പോത്തിന്റെ വില ചോദിക്കുന്ന വില 65,000 ഒരു ഇക്ക നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വളർത്തുന്ന പോലത്തെ ഒരു നാടൻ പോത്ത്. ഒരു ഇക്ക അദ്ദേഹം വളർത്തി വലുതാക്കി ചന്തയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഏകദേശം 65,000 എന്നോട് പറഞ്ഞത്. ചോദ്യം 65 പറയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 60,000 തരാം. എന്താ ചെന്നിട്ട് വേണം വെച്ചാൽ ഒന്ന് കെട്ടിട്ട് ശരിക്കും കേട്ടിട്ട് ഇന്നലെ ഇങ്ങനെ നിന്നിട്ട് എടുക്കുമ്പോഴേ അറിയുള്ളൂ. അല്ല മുമ്പ് അവിടെ എടുക്കുമാരില്ല. ഇനി അത് അങ്ങനെ വിട്ടുകൊടുത്താ അത് റിപ്പോർട്ടിൽ വരും. കൊടുത്തിട്ടുള്ളത് 40,000 രൂപക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇത് അതുപോലെ 60,000 ചോദിക്കുന്നത്. ഏകദേശം ഇക്ക കൊടുത്ത റേറ്റ് നോക്കുമ്പോൾ ഇതൊക്കെ ആ ഒരു വിലക്കാണ് എത്താൻ സാധ്യത, 47-50. അപ്പൊ ഇക്കാക്ക് റേറ്റ് കിട്ടിയണോ ഇല്ലയോ എന്നുള്ളതൊന്ന് എല്ലാവരും ഒന്ന് കമന്റ് അടിക്കുക. അതുപോലെ ഇപ്പൊ ഇനി ഏകദേശം വിൽക്കേണ്ട സമയം അല്ലാത്തതുകൊണ്ട് ഏകദേശം വലിയ പെരുന്നാൾ സമയത്ത് തന്നെ എല്ലാവരും വിൽക്കേണ്ട ഒരു ടൈം കണ്ടെത്തുക. അപ്പോഴാണ് നല്ല വില കിട്ടുള്ളൂ. ഏകദേശം ഈ ഒരു പോത്ത് പോയിട്ടുള്ളത് വളർത്താനായിട്ട് 26,500 ചന്തയിൽ നിന്ന് ഇത് പോയിട്ടുള്ളത്. അപ്പൊ ഈ പോത്തുകുട്ടി എങ്ങനെ ഉണ്ടെന്നുള്ളത് കമന്റ് അടിക്കുക. ഏകദേശം ഈ ഒരു പോത്തുകളൊക്കെ 40,000 രൂപയാണ് ചോദിക്കുന്നത്. ഏകദേശം 37,500 മേനിക്ക് എല്ലാതും കൊടുക്കാന്നുള്ള ഒരു റേറ്റ് ആണ് പറയുന്നത്. മൊത്തം എടുക്കുമ്പോൾ 37,000 മേനി പറയുന്നത്. ഏകദേശം ഇതൊക്കെ ഒരു 30ന്റെ ചോടയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം ഈ ആഴ്ച നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്. 37,500, 34, 33 ഒക്കെയാണ് ഈ ഒരു പോത്ത് പോയിട്ടുള്ളത്. 37,500 രൂപക്കാണ് പോയിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഒരു പോത്ത് തന്നെ പറയാം. 37,500 അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. എനിക്ക് ഏതായാലും ഈ ഒരു പോത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി സൂപ്പർ പോത്തുണ്ട്.